TV ഷോയിലും അതുപോലെ തന്നെ സ്റ്റേജ് ഷോയിലൊക്കെ ഷിജു ആദ്യകാലത്ത് ജാസി ഗിഫ്റ്റിനെ അവതരിപ്പിച്ചിട്ടില്ലേ? ഈ ജാസി ഗിഫ്റ്റിനെ കണ്ണൂർ എവിടെ അവതരിപ്പിച്ചിട്ട് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ കേട്ടു. പറയാമോ? ജാസി ഗിഫ്റ്റിനെ അവതരിപ്പിച്ചിട്ടല്ല പ്രശ്നം ഉണ്ടായത്. മൊത്തത്തിൽ പരിപാടിയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായി. അത് ആദ്യം മുതലേ ഒരു പൊട്ടിത്തെറികൾ സൗണ്ടിന്റെ ഭാഗത്തും ലൈറ്റിന്റെ ഭാഗത്തും സ്കിറ്റിന്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ 3-4 ഫിഗറുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ജാസി ഗിഫ്റ്റും ഉണ്ട്. ജാസി ഗിഫ്റ്റ് എവിടെ കയറിയാൽ കയ്യടിയെ കിട്ടുന്നതാ. അത് കയ്യടിയെ കിട്ടി ജാസി. പക്ഷെ പരിപാടി മൊത്തത്തിൽ പൊളിഞ്ഞുകൊണ്ടിട്ട് അത്രയും കയ്യടി കിട്ടുന്നില്ല. പഞ്ഞിയും ഇതൊക്കെ തലയൊക്കെ ഇട്ട് നോക്കിയിട്ട് ജാസി ഗിഫ്റ്റ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുകയാണ്. പരിപാടി പെട്ടെന്ന് കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ നിർത്തിക്കോളാൻ പറഞ്ഞു. അത് അങ്ങോട്ട് പെട്ടിയോ ഒന്നെന്ന ടീമായിരുന്നുണ്ട് കമ്മിറ്റിക്കാർ. അപ്പം ബോക്സിൻ്റെ സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് തട്ടിട്ടേ എന്ന് പറഞ്ഞ് താങ്ങിക്കുമെന്ന് പറഞ്ഞ് ബോക്സ് എൻ്റെ തലയിലായി. ഒരു ബോക്സ്, ആ ബോക്സ് കോസ്റ്റ്യൂം മാറാൻ നേരിട്ടില്ല, ജാസി ഗിഫ്റ്റായിട്ട് പോവാ. എങ്ങനെയാലും വണ്ടിയിൽ കയറി അതേലും എന്നിട്ട് അത് ചോദിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് പോയപ്പോൾ ആൾക്കാർ എടുത്തിട്ട് ആണറാ ജാസി ഗിഫ്റ്റ് പെട്ടിയാ നോക്കണം. തൊട്ട് പറയാ മോഹൻലാലും ദിലീപൊക്കെ പറ്റിയ കുഞ്ഞിക്കുഞ്ഞൊക്കെ ഒന്നും കൂടെ എല്ലാം വന്നുണ്ട്. കാരണം ആർട്ടിസ്റ്റുകൾക്ക് ഡ്രസ്സ് കോസ്റ്റ്യൂം മാറാൻ സമയം കിട്ടിയില്ല.